തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ക്ഷണത്തിൽ കോൺഗ്രസ് നേതാക്കളോട് നോ പറഞ്ഞിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന എ. സുരേഷ് പാലക്കാട് പറഞ്ഞു. ക്ഷണം സംബന്ധിച്ച് വാർത്ത വന്നെങ്കിലും CPM നേതാക്കൾ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. CPM-ൽ തിരിച്ചെടുക്കുമെന്ന പ്രതീക്ഷകൾ നഷ്ടമായി പോയെന്നും എ. സുരേഷ് പാലക്കാട് പ്രതികരിച്ചു. ഞാൻ നോ ഒന്നും പറഞ്ഞിട്ടില്ല, എസും പറഞ്ഞിട്ടില്ല. അവരെന്നോട് സംസാരിച്ച് വളരെ അനുഭവപൂർവ്വമായി സംസാരിച്ചത്, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരോട് നോ ഒന്നും പറഞ്ഞിട്ടില്ല, എസും പറഞ്ഞിട്ടില്ല. മനസ്സുകൊണ്ട് വല്ലാതെ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ അംഗത്വം എന്നെ സംബന്ധിച്ചൊരു ഒരു ഞാൻ എന്തിന് പുറത്തു പോയെന്ന് എനിക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. എനിക്ക് മാത്രമല്ല പലർക്കും എന്തുകൊണ്ട് സുരേഷെ പുറത്താക്കി എന്നുള്ളൊരു വ്യക്തതയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, LC-യിലുണ്ടായിരുന്നു, LC സെൻട്രൽ അംഗമായിരുന്നു, അതുപോലെ ഒരുപാട് 5ാം ക്ലാസ് മുതൽ SFI പ്രവർത്തകനായിരുന്നു. അത്തരത്തിലൊരാൾ പുറത്തുപോയി ഇത്രയും വർഷമായി തിരുത്തൽ വരുത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ ഞാൻ ഇനി എന്താണ് തിരുത്തേണ്ടത്? എന്തായാലും UDF-ലേക്ക് നീങ്ങുമോ സുരേഷ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം ജീവിതകാലം മുഴുവൻ ഇടതുപക്ഷ പ്രവർത്തകനും CPM അനുഭാവിയുമായി തുടരാനാണ് അദ്ദേഹത്തിന് താല്പര്യം, നേരത്തെ പറഞ്ഞിരുന്നു. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേർന്നു. ഷാരിഖ്, സുരേഷ് ധർമ്മസങ്കടത്തിലായി എന്ന് പറയുന്നു. പാർട്ടിയിൽ നിന്ന് ക്ഷണമൊന്നും ലഭിക്കാത്ത അനുകൂല സാഹചര്യം ഇല്ലാത്തതാണോ അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടത്തിൻ്റെ കാരണം? SKN സുരേഷ് ധർമ്മസങ്കടത്തിൽ തന്നെയാണ്. കാരണം പാർട്ടിയിൽ 12 വർഷമായിട്ട് പാർട്ടിയിൽ നിന്ന് അകന്ന് കഴിയുകയാണ്. അതായത് പാർട്ടി തന്നെ പുറത്താക്കിയിട്ട് 12 വർഷം കഴിഞ്ഞു. ഇതുവരെയും തന്നെ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ തനിക്ക് അനുഭാവപൂർവമായ ഒരു നടപടിയോ പാർട്ടി സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സുരേഷ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതുപോലെ തന്നെ CPIM പാലക്കാട് മുൻ ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ തനിക്ക് അനുകൂലമായ നിലപാടൊന്നും ഇതുവരെ പാർട്ടി നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. തന്നെ എന്തിനാണ് പുറത്താക്കിയതെന്നോ എത്ര കാലമായി താൻ പുറത്തിരിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയുന്നില്ല. വ്യക്തമായ കാരണങ്ങളില്ലാതെയാണ് തന്നെ പുറത്താക്കിയതെന്നും തൻ്റേതല്ലാത്ത കാരണങ്ങളാലാണ് തന്നെ പുറത്താക്കിയതെന്നും എ. സുരേഷ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം നമ്മൾ ചോദിച്ചിരുന്നു, അതായത് കോൺഗ്രസിൻ്റെ ക്ഷണം നിരസിക്കുമോ അതോ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ ക്ഷണം ഇപ്പോൾ എസും നോയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പാലക്കാട് ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാവുമെന്നാണ് അത്തരമൊരു മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയിൽ കോൺഗ്രസിനൊപ്പം ചേരില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നില്ല. അതിനൊപ്പം ഇപ്പോൾ പാർട്ടിയിൽ CPIM-കാരൻ തന്നെയായി ഉറച്ചു നിൽക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിലേക്ക് ചേരുമെന്നുള്ള കാര്യത്തിൽ എസ് ഓർ നോ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും. അപ്പോൾ അത്തരത്തിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞു അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.